ഇത് കണ്ടോ, ഞാൻ ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. അതെന്താന്നൊക്കെ അറിയണ്ടേ? അതിന് നമ്മുടെ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതായത് ലോകം മുഴുവൻ, സമസ്ത ലോകത്തിലുള്ള ആൾക്കാരും സുഖമായിരിക്കട്ടെ, അതായിരിക്കണം നമ്മളുടെ ഒക്കെ പ്രാർത്ഥന. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടെ നമ്മളും ദൈവം നമുക്കും ഒരു അനുഗ്രഹം തരും. അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഇനി മുതൽ ഇങ്ങനെയായിരിക്കട്ടെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം മാസികാട്ടറിലേക്ക് സ്വാഗതം. അറിയാലോ ഞാൻ ആരാണ്? ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. എന്നാൽ ഭയങ്കര മേക്ക് ഓവർ ആയിട്ടൊന്നും വന്നതല്ല കേട്ടോ. മഴ കാരണം ഒരു തലയിൽ കെട്ട് കെട്ടിയതാ, അല്ലെങ്കിൽ പനി പിടിക്കണ്ടല്ലോ എന്നോർത്ത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ ജറബറ പ്ലാന്റ് നല്ല രീതിയിൽ പോട്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴി സഹിതം വാങ്ങിക്കുന്ന ജറബറ എങ്ങനെ പോട്ട് ചെയ്യാന്നാണ് ഇതിനകത്ത് കാണിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ഫുൾ പ്ലാന്റ് കെയറിങ്. അതായത് അതുകൊണ്ട് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അതെന്താണെന്നും എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും എന്റെ കൂടെ കാണണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് വരും, ഹൈപ്പ് കൂടെ ചെയ്തു തരിക. പിന്നെ കമന്റ്, അത് മറക്കരുത്. നല്ല മഴയാണ്. ഇത് കോട്ടയത്താണ് ഞാൻ, ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? അവിടെ മഴയുണ്ടോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എവിടേക്ക് ഈ മഴ നമ്മൾ മലയാളികളെ വിട്ടു പോകാൻ യാതൊരു താല്പര്യമില്ല. നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന ഈ തരത്തിലായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഈ പ്ലാന്റ് വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്ലാന്റ് മേടിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ പൂവങ്ങ്, അതിന്റെ സമയം കഴിയുമ്പോൾ പൂവങ്ങ് പോകും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്ലാന്റ് ഈ രീതിയിലാകും. ഇതൊരു ജലപ്ര പ്ലാന്റ് ആണ്. ഈ രീതിയിൽ വരും പ്ലാന്റ്. നിങ്ങൾക്കെല്ലാം അനുഭവം ഇല്ലേ? ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. മറന്നു പോകരുത്. എന്നുവെച്ചാൽ ഒരു 99% ആൾക്കാർക്ക് ഈ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മളെ മടുത്തവും ഈ പ്ലാന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ ഇത് എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലവർ ആണിത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളത് പശമണ്ണാണ്, ഒരു ചുമല കളർ മണ്ണ്. ഈ പശമണ്ണ് ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് കുറെ കഴിയുമ്പോഴത്തേനും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിന്റെ വേരിന് വളരാൻ പറ്റുകയില്ല. അവിടെ നിന്ന് അത് തിങ്ങി നമ്മുടെ പ്ലാന്റ് നാശമായി പോകും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇവനെ ഫുള്ള് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുന്നതിന് വലിച്ചു പറിച്ചെടുക്കരുത്. വലിച്ചു പറിച്ചെടുത്താൽ നമ്മുടെ പ്ലാന്റ് മൊത്തം അതിന്റെ വേര് ചീത്തയായി പോകും. ജറബറയുടെ വേര് തീരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ അതിനകത്ത് പോട്ട് ചെയ്യുമ്പോൾ ആ പോട്ട് മിക്സിലെ കല്ലുകൾ പോലും കാണരുത്. മൊത്തം കല്ലുകളല്ല, വലിയ വലിയ കല്ലുകൾ കണ്ടാൽ അതിനകത്ത് വേര് പോയി ജാം ആയിട്ട് പിന്നെ പ്ലാന്റ് അവിടെ സ്റ്റക്ക് ആകും, വളർച്ച. പിന്നെ പ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഇത് ശ്രദ്ധിച്ച് ഈ മണ്ണ് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പോട്ട് മിക്സിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് വെക്കണം. പോട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേറൊരു പരിപാടിയോട് ഞാൻ കാണിച്ചു തരാം. ഇതും ഇതിനകത്ത് ഇവര് ചെയ്യുന്നതാണ്. ഈ നമ്മുടെ ഗാർഡനിൽ നിന്നൊക്കെ ചെടി വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിപാടി, ആരും ശ്രദ്ധിക്കില്ല. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് വഴിയെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ നമുക്ക് പോട്ട് ചെയ്യേണ്ട പ്ലാന്റുകൾ സെലക്ട് ചെയ്യുക. ഏത് നമുക്ക് ഇന്ന് പോട്ട് ചെയ്യണം എന്നുള്ളത്. അവന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിങ്ങനെ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോട്ട് നിങ്ങളെ കാണിക്കാം. അത് ഞാൻ ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അത്യാവശ്യം ഇച്ചിരി ലെങ്ത് ഉള്ള വീഡിയോ ആണിത്. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകണമല്ലോ, കാണുന്നവർക്ക് അവർക്ക് ഉപകാരപ്പെടണമല്ലോ. അപ്പോൾ ആദ്യമേ ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് മുക്കി വെക്കുക നമ്മുടെ പ്ലാന്റ്. കുറച്ചു നേരം കഴിഞ്ഞ് അത് നന്നായിട്ട് കുതിർന്നു വരും. കുതിർന്നു വരുമ്പോൾ അതിന്റെ വേര് പൊട്ടാതെ അതിനകത്തുള്ള മണ്ണുകൾ മുഴുവൻ ഞാൻ സൈഡിൽ ഇട്ടിരിക്കുന്നുണ്ടോ, ആ മണ്ണുകൾ ഫുള്ള് നമ്മൾ അതിൽ നിന്ന് പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് അതിന്റെ വേരൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുത്തൊരു പരിപാടിയുണ്ട്. ഇതുപോലെ സാഫ് കലക്കിയിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. ഈ പ്ലാന്റ് ഒക്കെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ. വേരൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്താലാണ് നമ്മുടെ പ്ലാന്റ് പോട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആകും. അല്ല നമ്മൾ അതിൽ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് നേരെ കൊണ്ടുവന്ന് വേറെ പോട്ടിലേക്ക് വെച്ചാലൊന്നും അതിന്റെ പ്ലാന്റ് ശരിക്ക് പിടിച്ചു കിട്ടില്ല. കുറെ കഴിയുമ്പോൾ തുടങ്ങിപ്പോകും. നല്ല കെയർ വേണ്ട പ്ലാന്റ് ആണ്. നമ്മൾ നല്ല കെയർ കൊടുത്താൽ നമ്മളെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കും. ഇനി നമുക്കിത് പോട്ട് ചെയ്യണം. എങ്ങനെ പോട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പോട്ട് മിക്സിൽ ആവശ്യം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. കവറിലെ പ്ലാന്റ് പോകുന്ന നമ്മൾ ചട്ടിയിലെ പ്ലാന്റ് വാങ്ങിക്കും അല്ലേ? ചട്ടിയിലെ പ്ലാന്റിനകത്തും ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്, നമ്മൾ ആരും കാണുന്നില്ല. ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഒരു ചെറിയ നമ്മുടെ ഓർക്കിഡിന്റെ സീലിങ്സ് വരികയില്ലേ, അതുപോലത്തെ ഒരു ചെറിയ കപ്പിനകത്താണ് ഇവര് ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വെച്ചാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ അതിന് വളരാനുള്ള സൗകര്യം കിട്ടില്ല. കുറെ കഴിയുമ്പോൾ ഈ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും. അപ്പൊ നമ്മൾ അത് കൊണ്ടുവന്ന ചട്ടിയിൽ നിന്ന് ഉള്ള പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അത് കൊണ്ടുവന്ന് റീപോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുമ്മാ നിങ്ങൾ മേടിച്ച് അതുപോലെ വെക്കരുത്. ഈ ചട്ടിക്ക് ഈ ചെറിയ പോട്ടിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ അതിനകത്തുള്ള ഇട എന്തും വേണ്ടി അതിന് കിട്ടുമെന്ന് വളരാൻ. ഇത് കഴിയുമ്പോഴത്തേന് ഒരു സമയം കഴിയുമ്പോൾ ഈ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് നമുക്ക് ഈ പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യുന്നു, എന്തൊക്കെ പോട്ട് മിക്സ് വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ആറ്റുമണല് ഒരു 2 പാത്രം, ഈ ഒരു പാത്രത്തിന്, ഈ ഒരു പാത്രത്തിന് ആറ്റുമണൽ 2 പാത്രവും നമ്മുടെ ഗാർഡൻ സോയിൽ 1 പാത്രവും, അങ്ങനെ 3 പാത്രം. പിന്നെ അതിനകത്ത് കുറച്ച് പെർലറ്റ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ നമ്മുടെ സാഫ്, ഇത്രയും ഇട്ട് ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ട് മിക്സ് ആണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് നമ്മള് ഇത് കുറെ സാധനം മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഇതിനകത്തുനിന്ന് കിട്ടിയ കല്ലുകളാണ്. ഇത്രയും കല്ലുകളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കല്ലുകളൊക്കെ മാറ്റുക. പിന്നെ ഞാൻ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്ന തെർമോക്കോൾ ആണ്, അതായത് ഡ്രെയിനേജിന് അത്യാവശ്യമാണ്. നമ്മൾ അത്രയും മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ പ്ലാന്റ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. സാഫിലൊക്കെ മുക്കി കൊള്ളാത്ത വേരുവെല്ലാം ഉണ്ടെങ്കിൽ കളയുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഈ കിടക്കുന്ന ഇലകളൊക്കെ ഇല്ല, ഈ ഇലകൾ ഇങ്ങനെ ഈ ഒടിഞ്ഞു കിടക്കുന്ന ഇലകളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പോട്ടി ഇത് കിടന്ന് ചീഞ്ഞു പോകും. ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. നേരെ നിൽക്കുന്ന ഇലകൾ മാത്രം മതി നമുക്ക് കേട്ടോ, അത് കാണാമല്ലോ. ഈ ഇലകളൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് പിടിക്കും. ഫംഗസ് ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റുകളിൽ ഒന്നാണ് ഓർക്കിഡ്, ഈ നമ്മുടെ അഡീനിയം, അതുപോലെ നമ്മുടെ ഈ ജർബറയൊക്കെ. അതായത് നല്ല ഫ്ലേവർ തരുന്ന പ്ലാന്റിന് അതുപോലെ കെയർ വേണം. അതുകൊണ്ട് ഞാൻ ഇത്രയും ക്ലിയർ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് ഇന്നൊരു കമന്റ് കൂടെ പറയുക, ഒരു ഹൈപ്പ്, അതൊന്നും മറന്നു പോരുത്. ഒരു ലൈക്ക്, ഹൈപ്പ് വേണേ ലൈക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലൈക്കിനെ കുറിച്ച് പറയാഞ്ഞത്. ഇനി നമുക്ക് പോട്ട് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. മഴ നല്ല തകർത്ത് വാരുകയാണ് അല്ലേ. മഴ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ്. മഴയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റുകയില്ല. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്ലാന്റ് നോക്കുക, അവരെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുക, അതേ ചെയ്യാനുള്ളൂ. ഇട്ടിട്ടതേ ഇതിങ്ങനെ ചെറുതായിട്ട് വെച്ചു കൊടുക്കുക. ഇത് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക. അതിന്റെ ക്രൗൺ ഭാഗം ഒന്നും മൂടിപ്പോകരുത്, അല്ലാത്ത രീതിയിൽ മണ്ണിട്ടങ്ങ് കൊടുത്തേക്കുക. ഒത്തിരി മൂടണ്ട. നമ്മുടെ പോട്ട് നിറച്ച് മണ്ണിടരുത് കേട്ടോ. എനിക്ക് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. എത്രയുള്ള അതിന്റെ പോട്ടിങ്. ഇനി നമ്മൾ തണലത്തേക്ക് വെക്കുക. എപ്പോഴും നല്ല വാവട്ടമുള്ള ചട്ടി എടുക്കുക. വെച്ചാൽ ജർബറ അറിയാലോ നിങ്ങൾക്ക്, അത് വളർന്ന് കാട് പോലെ ആകുന്നതാണ്. അപ്പൊ ചെറിയ ചട്ടിയിൽ വെച്ച് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. അതേസമയം വലിയ പോട്ടാണെങ്കിൽ കുറച്ച് നാൾ അവിടെ നിന്നോളും. 1 വർഷമൊക്കെ കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി ചെയ്യണം നമ്മൾ ഇതിനകത്ത്. അതുകൂടെ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഇത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പ്ലാന്റ് നേരെ കൊണ്ട് തണലത്ത് വെക്കുക. ആ കാര്യം മറന്നു പോകരുത്. ഒരു കാര്യം ചെയ്യുന്നുള്ളത് ഇതാണ് സാഫ് വെള്ളം. കുറച്ച് സാഫ് കലക്കി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക. സാഫ് നമ്മൾ ഓൾറെഡി നമ്മുടെ പോട്ടിംഗ് മിക്സിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് സാഫ് കലക്കി ഒഴിച്ചു കൊടുക്കുക. അത്രയും അത് ചെയ്യണം, മറന്നു പോകരുത്. ഇതേ ഞാൻ സാഫ് ഒഴിച്ചതാണ്. നിങ്ങളൊക്കെ ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ചെയ്യണം നമ്മൾ. എന്നിട്ട് നമ്മൾ പോട്ട് തണലത്തേക്ക് മാറ്റി വെക്കുക ഒരാഴ്ച. അതിനുശേഷം പുതിയ നാമ്പൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് വെയിലത്ത് വെക്കാവുള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളുടെ ആർസി ഗാർഡൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ വന്നിട്ട് നിങ്ങൾ ആരും മിണ്ടാതിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഫ്ലവറിന്റെ പിക്ക് ഇടുകയോ ഒരു ഗുഡ് മോർണിംഗ് അയക്കുകയോ ഒക്കെ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടാകും, അതിൽ അവരാണെങ്കിലും പറഞ്ഞുതരും. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഇതുപോലെ നല്ല ജറബറ പൂക്കൾ മനോഹരമായിരുന്നു നിങ്ങളുടെ തോട്ടത്തിൽ വിരിയട്ടെ കേട്ടോ. ഇതൊക്കെ നിങ്ങളത് ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഈ പൂക്കളുടെ ഒക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെറുതെ വിടുകയില്ല. അപ്പൊ വന്നിട്ട് പലർക്കും ട്രൈ ചെയ്തിട്ട് പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്.
അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ തോട്ടത്തിൽ ജറബറ വിരിഞ്ഞിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, കമന്റ്, ഹൈപ്പ് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ ഒരു അംഗമാവുക. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.